ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീണ്ടും ഒരു റമദാൻ റെസിപ്പി തന്നെയാണ്. മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. മുട്ടപ്പെട്ടി അല്ലെങ്കിൽ എഗ് ബോക്സ് എന്ന് പറയുന്ന റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഗ് ബോക്സിന്റെ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഒന്നും വേണ്ട, ഒരു 2-2.5 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണ്ട. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സവോളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവോള, ഒരു ചെറിയ പച്ചമുളക്, അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ 2 വലിയ വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരെണ്ണത്തേൽ അങ്ങ് നിർത്തിയത്. ഇപ്പം എന്താ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനേക്കാളും ഒരു ലേശം കൂടുതൽ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെയൊക്കെ ആ ഒരു സ്മെല്ല് മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പം മസാല എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയേക്കണേ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും മതി. ഇനി ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതിൽ തക്കാളി എല്ലാം വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇപ്പം മസാല റെഡിയാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് ഈ മസാലയൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഈ മസാലയുടെ ഒന്ന് ചൂട് പോയതിന് ശേഷം അത് ചെയ്യാവേ. ഇപ്പം മസാലയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ലീഫിലേക്ക് മസാല നിറച്ചു കൊടുക്കാനായിട്ട് പോവാണ്. പിന്നെ ഞാനിവിടെ ഈ മുട്ടയാണെങ്കിൽ ഒരെണ്ണം 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിക്ക് വേണം കലക്കി എടുക്കാനായിട്ട്. നമുക്ക് ഈ ലീഫ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇങ്ങനെ ആക്കി വെക്കുന്നത്. ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ച ലീഫാണ്. നിങ്ങൾക്ക് സമോസ ഷീറ്റ് എന്നും പറഞ്ഞ് കടകളിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഇത് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഇപ്പോൾ ഇവിടെ നമുക്ക് 8 പീസ് മുട്ടയുണ്ട്. അപ്പോൾ 16 ഷീറ്റാണ് ഇതിലേക്ക് വേണ്ടത്. ഈ ഒരു ഷേപ്പിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു ലീഫ് താഴെ, അതിന് ക്രോസായിട്ട് വേറൊരു ലീഫും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ മസാലയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ നടുക്കേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നും വേണ്ട, 1 സ്പൂൺ വീതം മസാല വെച്ച് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം. ഉണ്ണി താഴെ ഭാഗത്ത് വരുന്ന പോലെ കമത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവാണ്. ഈ താഴത്തെ ഭാഗത്ത് ഇപ്പം മൈദയൊന്നും തേച്ച് കൊടുക്കണമെന്നില്ല. ഈ സൈഡും അതുപോലെ തന്നെ മടക്കിയെടുക്കാം. വേണമെങ്കിൽ ഈ വശത്തൊന്ന് വേണമെങ്കിൽ മൈദ തേച്ച് കൊടുക്കാം കേട്ടോ. അത് ഒട്ടി അവിടെ ഇരുന്നോളും. ഇനി ബാക്കിയുള്ള 2 സൈഡിലും മൈദ തേച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന 2 ഭാഗങ്ങളും മൈദ തേക്കണമെന്ന് നിർബന്ധമില്ല. മൈദ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. പക്ഷെ ബാക്കി 2 ഭാഗങ്ങളിലും നന്നായിട്ട് മൈദ തേച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. മസാല ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ എല്ലാ സൈഡും ക്ലോസ് ചെയ്ത് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ബോക്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്.
ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം ഈ ബോക്സ് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മളിതെല്ലാം ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ വറുത്തെടുത്താൽ മാത്രം മതി. അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, അതിനുശേഷം വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ സമോസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓരോ ബോക്സായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ക്രിസ്പി ആയി വരുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ. ഇപ്പം ഇതായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയി വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കണേ. നമ്മൾ ലാസ്റ്റിൽ ഇച്ചിരി ഒന്ന് താമസിച്ചിട്ടാണ് ഇതിട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ആയി വരാനുണ്ട്, അതൊന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഇതും ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബാച്ചും കൂടെ ഇതുപോലെ വറുത്തെടുക്കാനുണ്ട്. അത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മുട്ട പപ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണുള്ളത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നാളെ വേറെ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്